Hello friends, welcome to Ani'sTechFactory. ഇന്ന് ഞാൻ ഇവിടെ പൊട്ടുകടല ഉപയോഗിച്ച് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു ലഡു ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ പൊട്ടുകടല ലഡു ചെയ്യുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ: പൊട്ടുകടല 1 കപ്പ്, ഷുഗർ 1/2 കപ്പ്, ഏലക്കായ് 3, നെയ്യ് 1/4 കപ്പ്. ഇത്രയും മതിയാകും. 1 കപ്പ് പൊട്ടുകടലയ്ക്ക് 1/4 കപ്പ് നെയ്യ് കറക്റ്റ് അളവായിരിക്കും. നെയ്യ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. ആദ്യം ചെയ്യേണ്ടത് പൊട്ടുകടലയൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ സ്റ്റൗ ഓണാക്കി ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കടായി ചൂടായിട്ടുണ്ട്. സ്റ്റൗ സിമ്മിലിട്ട ശേഷം പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. വറുത്തെടുക്കുമ്പോൾ പൊട്ടുകടലയുടെ നിറം മാറി കറുത്തു പോകാതെ വേണം വറുത്തെടുക്കാൻ. ഇത് മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. മിതമായ ചൂടിൽ 2 നിമിഷം വറുത്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പൊട്ടുകടല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കുന്നതിന് വേണ്ടി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പൊട്ടുകടല തണുക്കുന്ന സമയത്ത് നമുക്ക് പഞ്ചസാരയൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കൊരു മിക്സി ജാറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കായും ഇട്ട് കൊടുക്കാം. ഇത് തരിതരിപ്പൊന്നുമില്ലാതെ നല്ല ഫൈൻ പൗഡറാക്കി വേണം പൊടിച്ചെടുക്കാൻ. ഇപ്പോൾ ഷുഗർ പൗഡർ റെഡി. അടുത്ത് പൊട്ടുകടല കൂടി നമുക്ക് തരിയൊന്നുമില്ലാതെ ഇതുപോലെ തന്നെ ഒന്ന് ഫൈൻ പൗഡറാക്കി എടുക്കണം. ഇപ്പോൾ ഷുഗറും പൊട്ടുകടലയും പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. എന്തെങ്കിലും തരത്തിലുള്ള തരികളുണ്ടെങ്കിൽ പോകുന്നതിനും പഞ്ചസാരയും പൊട്ടുകടലയും നന്നായി മിക്സ് ചെയ്യുന്നതിനുമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുവേണ്ടി ഇതുപോലൊരു ബൗളിലേക്ക് ഒരു സ്റ്റെയിനർ വെച്ചിട്ട് 2 പൗഡറും ഒരുമിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. കുട്ടികളുടെ ബോഡി ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ മിനറൽസ്, വൈറ്റമിൻസ്, ഫൈബർ കണ്ടൻറ്റ് ഇതൊക്കെ ഇതിൽ ധാരാളമുണ്ട്. ഇപ്പോൾ 2 പൗഡറും സ്റ്റെയിൻ ചെയ്തെടുത്തു. ഒപ്പം നന്നായി മിക്സ് ആവുകയും ചെയ്തു. ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നടുവിൽ നിന്നും കുറച്ച് സൈഡിലേക്ക് മാറ്റിയിട്ട് ആദ്യം പകുതി നെയ്യ് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. നെയ്യ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല മെൽറ്റായതായിരിക്കണം, മിതമായ ചൂടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ബോൾസുകളാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ബാക്കിയുള്ള പകുതി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1/4 കപ്പ് നെയ്യും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. സപ്പോസ് നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നെയ്യ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ എക്സ്ട്രാ ചേർക്കുന്നില്ല. ബോൾസുകളാക്കുന്നതിന് ഈ കൺസിസ്റ്റൻസി മതിയാകും. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ചൂടാറുന്നതിന് മുൻപ് തന്നെ നമുക്കിത് ബോൾസുകളാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ സാധാരണ ലഡു ചെയ്യുന്നത് പോലെ കാഷ്യൂ, മുന്തിരിയൊക്കെ ചേർത്ത് നമുക്ക് ബോൾസുകളാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾ ചോദിച്ചു വാങ്ങിക്കഴിക്കുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, until then, see you in the next video.